മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനാണ്. ജീനിയസ് ഈസ് 99% പെർസിപ്പേഷൻ ആൻഡ് 1% ഇൻസ്പിറേഷൻ. അതിൻ്റെ മലയാളാർത്ഥം എന്താണെന്ന് ചോദിക്കണം. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രതിഭ എന്നത് 99% കഠിനാധ്വാനവും 1% പ്രചോദനവും ആണ്. ജീനിയസ് ഈസ് 99% പെർസിപ്പറേഷൻ ആൻഡ് 1% ഇൻസ്പിറേഷൻ. നന്മ എന്ന പദം പിരിച്ചെഴുതിയാൽ നൽ പ്ലസ് മാ എന്നാണ് ഉത്തരം. ഓപ്ഷൻ നൽ പ്ലസ് മാ. നന്മ എന്ന് പിരിച്ചെഴുതുമ്പോൾ നൽ പ്ലസ് മാ എന്നാണ്. നൻ പ്ലസ് മാ അല്ല, നൻ പ്ലസ് മാ അല്ല, ന പ്ലസ് മ അല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. നൽ പ്ലസ് മേണ് നന്മ. സിനിക് എന്നത് ആരുടെ തൂലികാ നാമമാണ്? പി സി കുട്ടിക്കൃഷ്ണൻ, എ അയ്യപ്പൻ, എം ടി വാസുദേവൻ നായർ, ഒ വി വിജയൻ. സിനിക് എന്നത് ആരുടെ തൂലികാ നാമമാണ്? ഇതിൽ ഓപ്ഷൻ ഇല്ല, ഓപ്ഷൻ തന്നത് തെറ്റാണ്. ഓക്കെ. നജീബ് ഏതു കൃതിയിലെ കഥാപാത്രമാണ്? ബാല്യകാലസഖി, ഉമ്മാച്ചു, ആടുജീവിതം, പാത്തുമ്മയുടെ ആട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആടുജീവിതം. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ കഥാപാത്രമാണ് നജീബ്. 2012 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? എം ലീലാവതി, സുഗതകുമാരി, ആറ്റൂർ രവിവർമ്മ, അക്കിത്തം. ഉത്തരം ഓപ്ഷൻ സി, ആറ്റൂർ രവിവർമ്മ. 2012 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആറ്റൂർ രവിവർമ്മക്കാണ്. അണിയം എന്ന പദത്തിൻ്റെ വിപരീതം? ഉത്തരം ഓപ്ഷൻ ബി, അമരം. അണിയം, അമരം. ഹീ ഹാഡ് എ ഹേർട്ട് ഓഫ് റോക്ക്. ഈ വാക്യത്തിൻ്റെ ഉചിതമായ തർജ്ജമ ഏത്? ഹീ ഹാഡ് എ ഹേർട്ട് ഓഫ് റോക്ക്. ഈ വാക്യത്തിൻ്റെ ഉചിതമായ തർജ്ജമ ഏതാണ്? അവൻ പാറയുടെ ഹൃദയമുള്ളവനായിരുന്നു, അവൻ ഹൃദയശക്തിയുള്ളവനായിരുന്നു, അവൻ കഠിന ഹൃദയനായിരുന്നു, അവൻ ഹൃദ്രോഗിയായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, അവൻ കഠിന ഹൃദയനായിരുന്നു. ഈ ഹാഡ് എ ഹേർട്ട് ഓഫ് റോക്ക്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഇതിൻ്റെ സമാന ഇംഗ്ലീഷ് വാക്യം ഏത്? റിലീജിയൻ ഈസ് ദ ബ്ലാക്ക് ഓഫ് പീപ്പിൾ, റിലീജിയൻ ഈസ് ദ ഫാൾസ് ഓഫ് പീപ്പിൾ, റിലീജിയൻ ഈസ് ദ ഡബിൾ ഓഫ് പീപ്പിൾ, റിലീജിയൻ ഈസ് ദ ഓപ്പിയം ഓഫ് പീപ്പിൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റിലീജിയൻ ഈസ് ദ ഓപ്പിയം ഓഫ് പീപ്പിൾ. ഇത് കാറൽ മാർക്സിൻ്റെ ഒരു കോട്ടിംഗ് ആണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഋഷിയെ സംബന്ധിച്ച് എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഋഷിപ്രോക്തം, ആർഷം, ഋഷീവലം, ഋഷീശ്വരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർഷം. ഋഷിയെ സംബന്ധിച്ച് എന്നതിൻ്റെ ഒറ്റപ്പദം ആർഷം. മേയനാമത്തിന് ഉദാഹരണം ഏത്? മണ്ണ്, ഭാര്യ, പോത്ത്, പശു. ഉത്തരം ഓപ്ഷൻ എ, മണ്ണ്. മേയനാമത്തിൻ്റെ ഉദാഹരണം മണ്ണ്. പരീക്ഷാർത്ഥികൾ കൃത്യമായി ഹാളിലേക്ക് എത്തിച്ചേർന്നു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? അതിൻ്റെ ഉത്തരം പരീക്ഷാർത്ഥികൾ എന്നാണ് കറക്റ്റായ ഉത്തരം വരിക. പരീക്ഷാർത്ഥികളല്ല, അത് തെറ്റാണ്. ഓക്കെ.